21ാം നൂറ്റാണ്ടിലെ ലോക രാഷ്ട്രീയം അതിനെ വൈരുദ്ധ്യങ്ങളുടെ കാലമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായ ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കയുടെ പഴയ സഖ്യകക്ഷിയായ പാകിസ്ഥാന് അവരുടെ വിൻറ്റേജ് F-16 യുദ്ധവിമാനങ്ങൾ സർവീസ് ചെയ്ത് നൽകാനുള്ള തീരുമാനവും നടപ്പിലാക്കുന്നു. സഖ്യങ്ങൾ മാറുന്നതും സമവാക്യങ്ങൾ തിരുത്തപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിനിടെ ആഗോള വ്യാപാര ഭൂപടം ഇന്ത്യക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശക്തമായ സാമ്പത്തിക വളർച്ചയുടെ പടവുകൾ കയറുന്നതിനിടയിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തി കേന്ദ്രമായ മെക്സിക്കോ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഇറക്കുമതി തീരുവ ചുമത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ സുപ്രധാന കയറ്റുമതി മേഖലകൾക്ക് കനത്ത പ്രഹരമാണ്. ഇനി അയൽരാജ്യമായ ബംഗ്ലാദേശിൽ സ്ഥിതി മറ്റൊന്നുമല്ല. ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം അധികാരമേറ്റ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ 2026 ഫെബ്രുവരി 12-ന് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുകയാണ്. അതേസമയം കിഴക്കൻ ഏഷ്യയിൽ ലോകശക്തികളായ ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. സാമ്പത്തിക ഉപരോധവും സൈനിക ഭീഷണിയുമായി ഈ ഏറ്റുമുട്ടൽ ഇൻഡോ പസഫിക് മേഖലയുടെ മുഴുവൻ സമാധാനത്തെയും നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം ഒരു വഴിത്തിരിവിലാണ്. ഈ പ്രധാന സംഭവങ്ങൾ നമ്മുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. 21ാം നൂറ്റാണ്ടിലെ വേൾഡ് പൊളിറ്റിക്സ് വിചിത്രമാണെന്ന് തന്നെ പറയണം. ഒരു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയായ ഇന്ത്യയെ തന്ത്രപരമായ പാർട്ണർ എന്ന് വിളിക്കുന്നു. മറുഭാഗത്ത് ദീർഘകാലമായി കഷ്ടപ്പെടുന്ന പഴയ അലൈ മിത്രം പാകിസ്ഥാൻ അവരുടെ വിൻറ്റേജ് F-16 യുദ്ധവിമാനങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നു. അതെ, $686 മില്യൺ ഹൈടെക് അപ്ഗ്രേഡിനാണ് US അപ്രൂവൽ നൽകിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിമാനങ്ങൾ പഴയതായി പോയി ഓപ്പറേഷണലായി നിലനിർത്താൻ പറ്റുന്നില്ല അത്രേ. ലോക സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് കുറഞ്ഞപക്ഷം വിമാനങ്ങളുടെ നട്ടും ബോൾട്ടുമെങ്കിലും മാറ്റിക്കൊടുക്കേണ്ടത് സൂപ്പർ പവറിന്റെ കടമയാണല്ലോ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ വാർത്ത കേട്ട് ഒട്ടും ആകാംക്ഷ ഭരിതരായില്ല. കാരണം US-ന്റെ ഉറപ്പുകൾ എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്ന് ഇന്ത്യക്ക് നല്ല അനുഭവമുള്ളതാണ്. എങ്കിലും ഇത് റീജിയണൽ മിലിറ്ററി ബാലൻസ് മാറ്റില്ലെന്നും വെറും മെയിൻ്റനൻസ് മാത്രമാണെന്നും US വാഷിംഗ്ടണിലിരുന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഒരു $686 മില്യൺ ഡീലാണ്. അതിന്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി DSCA ആണ് ഇത് സംബന്ധിച്ച ശുപാർശ കോൺഗ്രസിനെ അറിയിച്ചത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വലിയ റിലീഫ് നൽകുന്ന ഈ ഡീലിൽ പ്രധാന പ്രതിരോധ ഉപകരണങ്ങൾക്ക് $37 മില്യൺ, ബാക്കി $649 മില്യൺ ലോജിസ്റ്റിക് സപ്പോർട്ട്, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് കൂടാതെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ലിങ്ക് 16 സിസ്റ്റങ്ങൾക്കുമാണ്. പുതിയ ഏവിയോണിക്സ്, ക്രിപ്റ്റോഗ്രാഫിക് ഉപകരണങ്ങൾ, മിഷൻ പ്ലാനിംഗ് ടൂളുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ മേജർ ഡിഫൻസ് എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും 92 ലിങ്ക് 16 ഡേറ്റ ലിങ്ക് സിസ്റ്റങ്ങളും കൂടാതെ ആയുധ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിനായി ഉപയോഗിക്കുന്ന 6 MK-82-500 LB ജനറൽ പർപ്പസ് സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്ത ബോംബ് ബോഡികളുമാണ്. ഈ ഡീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലിങ്ക് 16 ഒരു അഡ്വാൻസ്ഡ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് ഇന്റലിജൻസ് C3I സംവിധാനമാണ്. US, NATO സഖ്യസേനകൾ ഉപയോഗിക്കുന്ന സുരക്ഷിതവും റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുമാണിത്. ഇത് ടാക്ടിക്കൽ ഡേറ്റ സഖ്യസേനകളുമായി ഷെയർ ചെയ്യാൻ സഹായിക്കുന്നു. ശത്രുക്കളുടെ വ്യോമകര ആസ്തികളിൽ നിന്നുള്ള ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിവുണ്ട്. സർവൈലൻസ്, ഐഡന്റിഫിക്കേഷൻ, വെപ്പൺ എൻഗേജ്മെന്റ് കോർഡിനേഷൻ തുടങ്ങിയ നിർണായക തിയേറ്റർ ഫംഗ്ഷനുകളും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ F-16ന്റെ പോരാട്ട ശേഷി നിസ്സാരമല്ലാത്ത രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തും എന്നതിൽ ഇന്ത്യക്ക് സംശയമില്ല. പാകിസ്ഥാൻ തങ്ങളുടെ F-16 ഫ്ലീറ്റിനായുള്ള ഈ അപ്ഗ്രേഡ് റിക്വസ്റ്റ് നൽകിയത് 2021-ലാണ്. അന്ന് US-ഉമായുള്ള ബന്ധം വഷളായിരുന്നതിനെ തുടർന്ന് വാഷിംഗ്ടൺ ഈ ആവശ്യത്തിന്മേൽ തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ അംഗീകാരം US-പാക് ബന്ധങ്ങളിലെ ഒരു പുതിയ ഫേസായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ അപ്ഗ്രേഡുകളോടെ F-16 വിമാനങ്ങൾക്ക് 2040 വരെ പറക്കാൻ സാധിക്കും. തീവ്രവാദികളെ നേരിടാൻ മാത്രമാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുക എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ ഭീഷണികളെ കൗണ്ടർ ടെററിസം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്നൊരു ലൂപ്പ് ഹോൾ അതിലുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഹായം ഒരു ചെറിയ കാര്യമല്ല. 2019 ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം നടന്ന വ്യോമ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഈ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഇന്ത്യ തെളിവ് സഹിതം ആരോപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ അപ്ഗ്രേഡുകൾ അതിർത്തിയിലെ സൈനിക ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പില്ല.
ഇന്ത്യയുടെ സംശയം ഇതാണ്, ഈ അപ്ഗ്രേഡുകൾ വെറും മെയിൻ്റനൻസ് മാത്രമല്ല, വിമാനങ്ങളുടെ കോമ്പാക്ട് ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ന്യൂ ടെക്നോളജിയാണ് നൽകുമെന്നാണ് സംശയം. ഇനി ഈ ആശങ്കയുടെ കാരണം ഇതാണ്, തങ്ങളുടെ ഏറ്റവും വലിയ റൈവലായ പാകിസ്ഥാന്റെ എയർ പവറിന് US നേരിട്ട് സഹായം നൽകുന്നത് ഇന്ത്യക്ക് തന്ത്രപരമായി തലവേദന സൃഷ്ടിക്കും. തീർച്ചയായും ഇന്ത്യയുടെ ആശങ്കകൾക്ക് മറുപടിയായി US പ്രസ്താവനയിൽ പറഞ്ഞ പ്രധാന പോയിന്റുകൾ ഇവയാണ്. ഈ പ്രപ്പോസ്ഡ് ഡീല് പാകിസ്ഥാന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയോ റീജിയണൽ മിലിറ്ററി ബാലൻസ് മാറ്റുകയോ ചെയ്യില്ല. ഇന്ത്യ ഒരു മേജർ ഡിഫൻസ് പാർട്ണറായി തന്നെ തുടരും. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയുമായി നിലനിർത്തും. ചുരുക്കത്തിൽ US-ന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള നിലപാട് ഇതാണെങ്കിലും ഇന്ത്യ ഈ ഡെവലപ്മെന്റിനെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും തങ്ങളുടെ ഡിഫൻസ് പ്ലാനിങ്ങിൽ ഇതൊരു ഫാക്ടറായി കണക്കിലെടുക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ടെററിസത്തിനെതിരെ പോരാടാൻ പാകിസ്ഥാന് പഴയ യുദ്ധവിമാനങ്ങൾ റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യയുമായി വിലപേശലുകളും തുടരുന്നു. അന്താരാഷ്ട്ര നയതന്ത്രം എന്നതൊരു വിചിത്ര സംഭവമായത് ഇങ്ങനെയാണ്. ഇവിടെ പഴയ ബന്ധങ്ങൾക്ക് വേണ്ടി US ഇടയ്ക്ക് ഗ്രീസിംഗ് നടത്തും. അത് ഇന്ത്യയുടെ തലവേദന കുറയ്ക്കുന്ന വേദന സംഹാരിയല്ലെന്ന് മാത്രം. എന്തായാലും ഈ $686 മില്യൺ റിപ്പയർ കിറ്റ് പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളെ സർവീസ് ലൈഫ് നീട്ടി നിലനിർത്തും. US-ന്റെ ദൃഷ്ടിയിൽ ഇതൊരു റുട്ടീൻ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ പോരാടട്ടെ, അതിനൊരു വിമാനം വേണമല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണത്. എന്തായാലും ഈ ഒരു ട്രാൻസാക്ഷൻ വീണ്ടും ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസിൽ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല, മറിച്ച് താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. പാകിസ്ഥാനുള്ള ഈ ചെറിയ സമ്മാനം മേഖലയുടെ ലീഡർഷിപ്പ് സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ പ്ലാനർമാർക്ക് മറ്റൊരു എക്സ്ട്രാ കോംപ്ലിക്കേഷൻ ആണ് എന്ന് ചുരുക്കം. അടുത്ത തവണ കൗണ്ടർ ടെററിസം എന്ന ലേബലിൽ ഏത് രാജ്യത്തെ വിമാനങ്ങളെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ US തീരുമാനിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ന് ഇന്ത്യക്ക് ആശങ്കയുടെ ഒരു കറുത്ത ദിനമാണ് എന്ന് വേണം പറയാൻ. ശക്തമായ സാമ്പത്തിക വളർച്ചയുടെ പടവുകൾ കയറുന്നതിനിടയിൽ ഇന്ത്യയുടെ സുപ്രധാന കയറ്റുമതി മേഖലകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ ശക്തി കേന്ദ്രമായ മെക്സിക്കോയുടെ ഒരു സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നു. മെക്സിക്കോ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ താരിഫ്, അതായത് ഇറക്കുമതി തീരുവ ചുമത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു നീക്കം നമ്മുടെ $5.7 ബില്യൺ വരുന്ന കയറ്റുമതി ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഈ നീക്കത്തിന് പിന്നിലെ ജിയോ പൊളിറ്റിക്കൽ താൽപര്യങ്ങൾ എന്തെല്ലാമാണ്? വിശദമായി പരിശോധിക്കാം. ഡിസംബർ 10 മെക്സിക്കോ സെനറ്റ് പാസാക്കിയ ഈ പുതിയ നിയമപ്രകാരം 2026 ജനുവരി 1 മുതൽ മെക്സിക്കോയുമായി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 1400-ലധികം ഉൽപ്പന്ന വിഭാഗങ്ങൾക്കാണ് 5% മുതൽ 50% വരെ അധിക തീരുവ ചുമത്താൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഏഷ്യൻ രാജ്യങ്ങളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നതാണ്. അതിൽ നമ്മളും ചൈനയും ദക്ഷിണ കൊറിയയും തുടങ്ങിയ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 1400-ലധികം ഉൽപ്പന്ന വിഭാഗങ്ങൾക്കാണ് 5% മുതൽ 50% വരെ താരിഫ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും 35% വരെയാകും താരിഫ് വർധനയിലെങ്കിലും ഈ താരിഫ് കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കാണ്. മെക്സിക്കോയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് മോട്ടോർ കാറുകളും വാഹനങ്ങളുടെ ഘടകങ്ങളുമാണ്. ഇവിടെയാണ് 50% എന്ന മാക്സിമം താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുള്ളത്. ഇന്ത്യൻ കമ്പനികൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വിലയ്ക്ക് ഒരു കാർ മെക്സിക്കൻ വിപണിയിൽ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ വില 50% കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മെക്സിക്കൻ കമ്പോളത്തിൽ നിന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരിക്കാൻ കഴിയാതെ വരും. ടാറ്റ, മഹീന്ദ്ര, മാരുതി സുസുക്കി തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളെ ഇത് നേരിട്ട് തന്നെ ബാധിക്കും. മെക്സിക്കൻ ഇക്കണോമിയെ സംരക്ഷിക്കാനും തദ്ദേശീയ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഈ നടപടിയെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോം ഭരണകൂടം വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സാധ്യതകൾ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ മെക്സിക്കോയിലേക്ക് കയറ്റുമതി ചെയ്തത് ഏകദേശം $5.7 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. ഈ കയറ്റുമതിയുടെ 1/4 വരുന്ന ഏറ്റവും നിർണായകമായ മേഖലയാണ് ഇപ്പോൾ നേരിട്ടുള്ള ഭീഷണിയിൽ നിൽക്കുന്നത്. ഓട്ടോമൊബൈൽ മാത്രമല്ല, മറ്റ് പല മേഖലകളും ഈ താരിഫിന്റെ വെളിച്ചത്തിൽ ആശങ്കയിലാണ്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫുട്വെയർ ഉണ്ട്, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് എന്നിവയെല്ലാം ഈ പുതിയ നികുതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം നമ്മൾ മെക്സിക്കോയ്ക്ക് വലിയ തോതിൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നവരാണ്. താരിഫ് കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇനി പറയുന്നവയാണ്. വില വർധന, അതായത് മെക്സിക്കൻ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അടുത്തത് ഓർഡറുകൾ കുറയുമെന്നുള്ളതാണ്. വില കൂടുമ്പോൾ കച്ചവടക്കാർ മറ്റ് രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ തേടിപ്പോകും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കിട്ടുന്ന ഓർഡറുകൾ കുറയ്ക്കുമെന്ന് ഉറപ്പാണ്. അടുത്തത് ചെറുകിട ഇടത്തരം കയറ്റുമതി സ്ഥാപനങ്ങളിലെയും ഈ തീരുമാനം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും. ഇനി ഇതിന് പിന്നിലെ അന്താരാഷ്ട്ര താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. മെക്സിക്കോയുടെ ഈ നീക്കം ഒറ്റപ്പെട്ടതല്ല, മറിച്ച് വലിയൊരു അന്താരാഷ്ട്ര വ്യാപാര തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്.
ഒന്ന്, ചൈനീസ് ഡംപിംഗ് ഭീഷണി. മെക്സിക്കോയുടെ പ്രാദേശിക വ്യവസായങ്ങളെ ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ഡംപിംഗ് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഔദ്യോഗികമായി പറയുന്ന കാരണം. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് മെക്സിക്കോയുടെ പ്രധാന വ്യാപാര ഇംബാലൻസിന് കാരണം. ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും ഒരേ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾ വഴി കള്ളക്കടത്ത് സാധനങ്ങളായി മെക്സിക്കോയിൽ എത്തുന്നത് തടയാൻ വേണ്ടിയാണ്. ഇനി US-ന്റെ സമ്മർദ്ദമാണ്. ഈ നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. US മെക്സിക്കോ കാനഡ എഗ്രിമെന്റിന്റെ, അതായത് USMCA-യുടെ പുനഃപരിശോധന നടക്കാനിരിക്കെ മെക്സിക്കോ തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ US-നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ചുരുക്കം. ചൈനീസ് ഏഷ്യൻ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചാൽ മെക്സിക്കൻ സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുള്ള US താരിഫ് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ഈ താരിഫ് വർധനവ് ഏപ്രിൽ 2024 താരിഫുകളുടെ ഒരു തുടർച്ചയാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. എഞ്ചിനീയറിംഗ് എക്സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിൽ EEPC ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യവസായ സംഘടനകൾ വിഷയത്തിൽ ഇടപെടണമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെക്സിക്കോയുമായി ഒരു FTA അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് PTA എത്രയും പെട്ടെന്ന് ഒപ്പിടണമെന്നാണ് ഇന്ത്യൻ വ്യവസായ ലോകത്തിന്റെ ആവശ്യം. FTA നിലവിൽ വന്നാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈ താരിഫിൽ നിന്ന് ഇളവ് ലഭിക്കുകയും മെക്സിക്കൻ വിപണിയിലെ മത്സരശേഷി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. മെക്സിക്കോയിൽ നേരിടുന്ന ഈ ഒരു വെല്ലുവിളി മറികടക്കാൻ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി വിപണി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയേക്കാം. ചുരുക്കത്തിൽ മെക്സിക്കോയുടെ ഈ ഒരു താരിഫ് ബോംബ് ഇന്ത്യയുടെ കയറ്റുമതി രംഗത്തിന് ടെമ്പററി ആയിട്ടാണെങ്കിലും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് മെക്സിക്കോയിലേക്കുള്ളത് എന്നതിനാൽ മൊത്തത്തിലുള്ള കയറ്റുമതി ചിത്രത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല. എങ്കിലും ഓട്ടോമൊബൈൽ, സ്റ്റീൽ വ്യവസായങ്ങൾ തീർച്ചയായും വലിയ വില നൽകേണ്ടി വരും. നയതന്ത്ര തലത്തിലെ ഇടപെടലുകളും പുതിയ വ്യാപാര കരാറുകളുമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ. എന്തായാലും 2026 ജനുവരി 1 വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ദിവസങ്ങൾക്കുള്ളിൽ നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ടെൻഷൻ സൃഷ്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് 2026 ഫെബ്രുവരി 12 നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഈ പുതിയ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആരംഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂനിസ് സർക്കാരിന് കീഴിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവാമി ലീഗ് ഇത്ര ശക്തമായി എതിർക്കുന്നത്? ഈ അൺസർട്ടനിറ്റി ഇന്ത്യയുടെ സുരക്ഷാ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. അവാമി ലീഗിന്റെ അഭിപ്രായത്തിൽ യൂനിസ് സർക്കാരിന്റെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ഈ ഇലക്ഷൻ ഷെഡ്യൂൾ തികച്ചും ഇല്ലീഗൽ, അതായത് നിയമവിരുദ്ധമാണ്. ശക്തമായ ഭാഷയിൽ അവർ തങ്ങളുടെ പ്രസ്താവന പുറത്തിറക്കി. യൂനിസിന്റെ ഇപ്പോഴത്തെ ഭരണം പൂർണ്ണമായും പക്ഷാപാതപരമാണെന്നാണ് അവാമി ലീഗ് ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ട്രാൻസ്പെറൻസിയോ നിഷ്പക്ഷതയോ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഇടക്കാല സർക്കാർ ആന്റി ടെററിസം ആക്ട് പ്രകാരം അവാമി ലീഗിന്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റു ദേശീയ നേതാക്കൾക്കുമെതിരെ ഫാബ്രിക്കേറ്റഡ് കേസസ് ചുമത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള പദ്ധതിയാണെന്നും അവർ ഊന്നി പറയുന്നു. നിരോധനം ഉടൻ പിൻവലിക്കണം, ഹസീനയ്ക്കെതിരായ കേസുകൾ പിൻവലിക്കണം, എല്ലാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും മോചിപ്പിക്കണം, നിലവിലെ സർക്കാരിന് പകരം ന്യൂട്രൽ കെയർടേക്കർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൂ എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ പ്രധാന എതിർകക്ഷികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCP, ഇവർ 3 പേരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനറൽ ഇലക്ഷൻ മാത്രമല്ല, രാജ്യത്ത് ആദ്യമായി ഒരു ഇരട്ട വോട്ടെടുപ്പിനാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജുലൈ ചാർട്ടർ എന്നറിയപ്പെടുന്ന ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു നാഷണൽ റെഫറൻഡം കൂടി നടക്കും. ഇത് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ്. ഈ ചർച്ചകളിൽ ഒന്നിലും അവാമി ലീഗ് ഉൾപ്പെട്ടിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏകദേശം 12.7 കോടി വോട്ടർമാർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയുടെ സുരക്ഷയും കണക്ടിവിറ്റിയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ക്രൂഷ്യൽ ആകുന്നത്? ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം.
ഒന്നാമത്തത് സുരക്ഷാ പങ്കാളിത്തമാണ്, അതായത് സെക്യൂരിറ്റി കോഓപ്പറേഷൻ. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം ചരിത്രപരമായിരുന്നു. ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതിൽ ബംഗ്ലാദേശ് വലിയ പങ്ക് വഹിച്ചു. അവാമി സൈഡ് ലൈൻഡ് ആകുമ്പോൾ ഈ സഹകരണം മുന്നോട്ട് പോകുമോ എന്ന ആശങ്കയാണ് ന്യൂഡൽഹിക്ക് ഇപ്പോഴുള്ളത്. സ്വാഭാവികം. രണ്ടാമത്തേത് വ്യാപാരം, ബന്ധം തുടങ്ങിയവ. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. കൂടാതെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് റൂട്ട് കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോൾ പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ പാതയിൽ ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ടായാൽ ട്രേഡിനെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെയും ഒക്കെ ഇത് ബാധിക്കും. അടുത്തത് മൂന്നാമതായി ഇസ്ലാമിക ശക്തികളുടെ വളർച്ചയാണ്. അവാമി ലീഗിന്റെ അഭാവം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്സിനെ അതിന് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനം നേടാൻ അവസരം നൽകിയേക്കും. ഇത് ഇന്ത്യയുടെ ഇന്റർണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകം അതിർത്തി പ്രദേശങ്ങളിൽ ചില ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് നടക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ 2026 തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ടെടുപ്പ് മാത്രമല്ല, അത് ദക്ഷിണേഷ്യയുടെ സ്ട്രാറ്റജിക് ജോമെട്രി നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന് വേണം പറയാൻ. ഫെബ്രുവരി 12, 2026 എന്ന ഡെഡ് ലൈൻ അടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്ന് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് സത്യം. യുഎസ് സർക്കാരിന്റെ ഈ പൊളിറ്റിക്കൽ ചലഞ്ച് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ബംഗ്ലാദേശിന്റെ ഈ രാഷ്ട്രീയപരമായ ആശയക്കുഴപ്പങ്ങൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളിൽ എന്ത് മാറ്റം വരുത്തുമെന്നും ഇന്ത്യ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ കാത്തിരുന്ന് തന്നെ കാണണം. ജിയോ പോളിറ്റിക്സിലെ പവർ ഡൈനാമിക്സ് നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സാമ്പത്തിക സൈനിക ശക്തികളായ ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഘർഷം കിഴക്കൻ ഏഷ്യയിലെ സമാധാനത്തിന് തന്നെ നേരിട്ടുള്ള ഭീഷണി ഉയർത്തുന്നു. ഒരു വശത്ത് സാമ്പത്തിക ഉപരോധം, മറുവശത്ത് സൈനിക ഭീഷണി. ഈ വലിയ ഏറ്റുമുട്ടൽ കേവലം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒതുങ്ങുന്നില്ല. ഇത് ഇൻഡോ പസഫിക് മേഖലയുടെ മുഴുവൻ സമാധാന ഭൂപടത്തെയും മാറ്റിമറിക്കുന്ന ഒന്നാണ്. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ കർശനമായ ഒരു പ്രസ്താവനയാണ് ഈ വലിയ ഏറ്റുമുട്ടലിന് തിരികൊളുത്തിയത്. തായ്വാനെതിരെ ചൈന സൈനിക നീക്കം നടത്തിയാൽ ജപ്പാൻ സൈനികമായി ഇടപെട്ടേക്കാമെന്ന തകായിച്ചിയുടെ വാക്കുകൾ ബെയ്ജിങ്ങിനെ ക്ഷുഭിതരാക്കി. ഇത് വെറും ഒരു വാഗ്വാദമല്ല, മറിച്ച് സൈനിക ഭീഷണി, സാമ്പത്തിക ഉപരോധം എന്നിവയുടെ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. എന്താണ് ഈ ആഴത്തിലുള്ള പ്രതിസന്ധിക്ക് പിന്നിൽ? ആരാണ് ഈ അതിർവരമ്പ് കടക്കുന്നത്? ഒപ്പം ഇന്ത്യയുടെ ക്വാഡ് സഖ്യത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊരു ചോദ്യവും ബാക്കിയാണ്. പരിശോധിക്കാം. കഴിഞ്ഞ നവംബർ 7 ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ദേശീയ പാർലമെന്റിൽ ഈ പ്രസ്താവന നടത്തിയത്. തകായിച്ചിയുടെ വാദം ഇങ്ങനെയാണ്: ചൈന തായ്വാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങിയാൽ അത് ജപ്പാനെ സംബന്ധിച്ച് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയായ സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ജപ്പാന് തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായ അമേരിക്കയെ സഹായത്തിനായി വിളിക്കേണ്ടി വരും. കൂട്ടായ പ്രതിരോധം എന്ന നിയമപരമായ അവകാശം ഉപയോഗിച്ച് സൈനികമായി ഇടപെടേണ്ടി വന്നേക്കാമെന്നും അവർ വാദിച്ചു. തായ്വാൻ പ്രശ്നം ജപ്പാന്റെ നിലനിൽപ്പിന്റെ ഭീഷണിയാണെന്നൊരു പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് യുദ്ധാനന്തര ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. അതേസമയം ഇത് ചൈനയുടെ ആഭ്യന്തര പരമാധികാരത്തിലുള്ള നഗ്നമായ ഇടപെടലാണ് എന്ന് ബെയ്ജിംഗ് ശക്തമായി വിമർശിച്ചു. തകായിച്ചിയുടെ ഈ തീവ്ര വലതുപക്ഷ നിലപാടുകൾ യുദ്ധാനന്തര കാലഘട്ടത്തിലെ ജാപ്പനീസ് നയതന്ത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രസ്താവന പിൻവലിക്കാൻ തകായിച്ചി വിസമ്മതിച്ചതോടെ ചൈനയുടെ പ്രത്യാക്രമണത്തിന്റെ തീവ്രത വർദ്ധിച്ചു. തകായിച്ചിയുടെ വാക്കുകളെ ചൈന തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഗുരുതരമായ ലംഘനമായിട്ടാണ് കാണുന്നത്. ബെയ്ജിംഗിന്റെ പ്രതികരണം ബഹുമുഖമായിരുന്നു. ചൈനയുടെ പ്രതികരണം കേവലം നയതന്ത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങിയില്ല. അത് 4 തലങ്ങളിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. ഒന്നാമത്തേത് സൈനിക ഭീഷണി. ചൈനീസ് പോർ വിമാനങ്ങൾ ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ഫയർ കൺട്രോൾ റേഡാർ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചത് ഒരു ഉടനടിയുള്ള സംഘർഷത്തിന് സാധ്യത ഉയർത്തി. കൂടാതെ തർക്കദ്വീപുകളായ സെൻകാക്കു, ദിയായു പരിസരത്ത് ചൈനീസ് പാട്രോളിംഗ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. രണ്ടാമത്തേത് വ്യാപാര യുദ്ധം. ജപ്പാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കടൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചൈന പൂർണ്ണമായും നിരോധിച്ചു. ഇത് ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥയുടെ വ്യാപാര മേഖലയെ നേരിട്ട് ബാധിച്ചു. മൂന്നാമത്തേത് സാംസ്കാരിക നിയന്ത്രണം. ചൈനയിൽ നടക്കേണ്ടിയിരുന്ന നിരവധി ജാപ്പനീസ് സിനിമകളുടെയും സംഗീത പരിപാടികളുടെയും പ്രദർശനം റദ്ദാക്കി. നാലാമത്തേത് യാത്രാ ഉപദേശം. ജപ്പാൻ സന്ദർശിക്കുന്ന ചൈനീസ് വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും കർശനമായ യാത്രാ മുന്നറിയിപ്പ് നൽകി. ഇത് ജപ്പാന്റെ ടൂറിസം വരുമാനത്തിന് വലിയ തിരിച്ചടിയാണ്. ചൈന ജപ്പാൻ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടാണിനി. ക്വാഡ് സഖ്യത്തിൽ പങ്കാളിയാണെങ്കിലും ഈ വിഷയത്തിൽ ന്യൂഡൽഹി വളരെ സൂക്ഷ്മതയോടെയാണ് പ്രതികരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും അമേരിക്കയോടോ ജപ്പാനോടോ പക്ഷം ചേർന്ന് ബെയ്ജിങ്ങിനെ പ്രകോപിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ വിദേശ നയം തന്ത്രപരമായ സ്വയംഭരണത്തിന് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യക്ക് തായ്വാനുമായി വാണിജ്യ സാങ്കേതിക ബന്ധങ്ങൾ ഉണ്ടെങ്കിലും തായ്വാന്റെ രാഷ്ട്രീയ പദവിയിൽ വ്യക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യ ഇപ്പോഴും മടിക്കുകയാണ്.
ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ക്വാഡ് സഖ്യത്തിലെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ. എന്നാൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ജപ്പാൻ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ റഷ്യയുമായി ബന്ധം തുടർന്നു. അതുപോലെ തന്നെ ഈ ചൈന-ജപ്പാൻ പ്രതിസന്ധിയിൽ ജപ്പാനുമായി പൂർണ്ണമായി അലയൻസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് മടിയുണ്ട്. ഇന്ത്യ-ചൈന അതിർത്തിയിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്ത്യ കണക്കിലെടുക്കുന്നുണ്ട് എന്ന സാരം. ജപ്പാനിൽ നിന്നുള്ള സാങ്കേതിക സഹായവും നിക്ഷേപവും, ഉദാഹരണത്തിന് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇന്ത്യക്ക് പ്രധാനമാണ്. എന്നാൽ ചൈനയുമായുള്ള വാണിജ്യ ബന്ധവും പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഇന്ത്യ ഇൻഡോ പസഫിക്കിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു സന്തുലിത ശക്തിയായി പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. സനെ തകായിച്ചി തന്റെ പ്രസ്താവനയിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് നീളാനാണ് സാധ്യത. ചൈനയുടെ ഹാർഡ് ലൈൻ സമീപനം ജപ്പാനെ പൂർണ്ണമായും അമേരിക്കയുടെ സുരക്ഷാ വലയത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ട്. ഈ സങ്കീർണമായ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് തന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിച്ചേ മതിയാകും. അങ്ങനെ മുന്നോട്ട് പോകാനും സാധിക്കും. ഈ ക്രൈസിസ് കൂടുതൽ തീവ്രമായാൽ ആഗോള വ്യാപാര മാർഗങ്ങളെയും സമുദ്ര സുരക്ഷയും ഇത് ബാധിക്കും. ഈ കണക്കിലെ കളികൾ ഏത് ദിശയിലേക്ക് പോകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇനി ഗൾഫ് മേഖലയിലെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAE പുതുവത്സരാഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം. ജീവനക്കാർക്ക് പൊതു അവധിക്കൊപ്പം വർക്ക് ഫ്രം ഹോം സൗകര്യവും. 2026 ജനുവരി 1 സ്വകാര്യ പൊതുമേഖലകളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചു. കൂടാതെ ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് ജനുവരി 2 വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അൾജീരിയയെ നേരിടും. ഗ്രൂപ്പ് മത്സരത്തിൽ കുവൈറ്റിനെ തോൽപ്പിച്ച് ക്വാർട്ടർ ഉറപ്പിച്ച UAE ഇന്ന് രാത്രി 11 മണിക്ക് ശക്തരായ അൾജീരിയയുമായി ഏറ്റുമുട്ടും. ടീം മികച്ച ഫോമിലായതിനാൽ മത്സരം ആവേശകരമാകും. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. ഗൾഫ് വിപണിയിലും സ്വർണ്ണവില ഇന്ന് വീണ്ടും ഉയർന്ന് സർവ്വകാല റെക്കോർഡ് നിലയിലെത്തിയിരിക്കുകയാണ്. നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ശ്രദ്ധേയമായ ഒരു സാമ്പത്തിക വാർത്തയാണിത്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ അറബ് പൈതൃകത്തിന് തിളക്കം. കുവൈറ്റ് സമൂഹത്തിന്റെ പ്രധാന സാംസ്കാരിക ഘടകമായ ദിവാനിയെയും ഗൾഫ് രാജ്യങ്ങളുടെ പരമ്പരാഗത പുരുഷ മേലാംഗിയായ ബിഷത്തും യുനെസ്കോയുടെ 2025 അനശ്വര സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടി. ഗൾഫ് ബാൾട്ടിക് ബന്ധം ശക്തമാകുന്നു. ഫ്ലൈ ദുബായ് വിൽനിയസിലേക്ക് സർവീസ് ആരംഭിച്ചു. ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ ഫ്ലൈ ദുബായ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളും കിഴക്കൻ യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ യാത്രാ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. കുവൈറ്റിൽ പുതിയ ടാക്സി നിയമം. വനിതാ ടാക്സികൾ ഉടൻ നിരത്തിലിറങ്ങും. കുവൈറ്റിലെ ഗതാഗത വകുപ്പ് വനിതകൾക്ക് മാത്രമായുള്ള പിങ്ക് ടാക്സി സർവീസിന് അനുമതി നൽകി. ഇത് സ്ത്രീ യാത്രികർക്ക് സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കും. കാലാവസ്ഥാ മാറ്റം ചെറുക്കാൻ ബഹ്റൈൻ മുന്നോട്ട്. ബഹ്റൈനിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഇത് രാജ്യത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് കരുത്തേകും. ഗൾഫ് രാജ്യങ്ങൾ സാങ്കേതികവിദ്യ, വ്യോമയാനം, ഊർജ്ജം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ മുന്നേറ്റം കുറിക്കുകയും പ്രവാസികൾക്ക് അനുകൂലമായ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നു. ഈ മേഖലയുടെ സുസ്ഥിരമായ വളർച്ചയും ലോക നിലവാരത്തിലുള്ള സേവനങ്ങളും എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുമെന്നതിൽ സംശയമില്ല. അതെ, നമ്മൾ കണ്ട ഈ പ്രധാന സംഭവങ്ങളെല്ലാം ഒരു കാര്യമാണ് അടിവരയിട്ട് പറയുന്നത്. 21ാം നൂറ്റാണ്ടിലെ വേൾഡ് പൊളിറ്റിക്സ് ഒരു പ്രെഡിക്റ്റബിൾ ആയ ഗെയിമല്ല. അമേരിക്കയുടെ പങ്കാളിത്ത നയം ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ സഖ്യങ്ങൾ ഒരു കൺവീനിയൻസ് മാത്രമായി മാറുകയാണ്. മെക്സിക്കോയുടെ പുതിയ താരിഫ് ബോംബ് ആഗോള വിതരണ ശൃംഖലയിൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നതിന്റെ പാഠമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അതുപോലെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം നമ്മുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയ ചോദ്യചിഹ്നമാണ്. ചൈന ജപ്പാൻ സംഘർഷം ഒരു ചെറിയ പ്രകോപനം പോലും സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ലോകത്തിന് നൽകുന്നത്. തന്ത്രങ്ങൾ മാറി മറിയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഓരോ സംഭവ വികാസങ്ങളും ഇന്ത്യയുടെ നയതന്ത്രങ്ങൾക്കും സാമ്പത്തിക പ്രതിരോധ ശേഷിക്കും ഒരു അഗ്നിപരീക്ഷയാണ് നൽകുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകം സമാധാനത്തിലേക്ക് നീങ്ങാൻ ഈ പ്രതിസന്ധികളെ മറികടന്നേ മതിയാകൂ. ഗുഡ് നൈറ്റ്.